അങ്ങനെ നന്ദി അട്ടവൻ അവളുടെ തൊപ്പി കൊണ്ടേ കളഞ്ഞു. അവളുടെ തൊപ്പി എന്നോട് കളഞ്ഞു. ഗൈസ്, ഇപ്പൊ ഞങ്ങളുള്ളത് ഈ സ്ഥലത്താണ്. പേര് പറയാൻ അറിയില്ല, അതുകൊണ്ട് ഒന്നും വിചാരിക്കല്ലേ. പക്ഷെ ഇവിടെ കടകളൊന്നുമില്ല. ഇവിടുന്ന് ഉള്ള കടകളെല്ലാവരും ഒരു 15-20 മിനിറ്റ് നമ്മ ഏകദേശം നടക്കേണ്ടി വരും എന്നാണ് ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതിന് തൊട്ടപ്പുറത്തുള്ള ഒരു പാർക്കിൽ പോകാനാണ് പ്ലാൻ. ഇവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മൊത്തം കാടാണ്. ഞാൻ പറയണ കേട്ടൂടെ, എൻ്റെ ഇടയ്ക്കടുത്ത് ബഹളം വയ്ക്കല്ലേ. ഞാൻ കഷ്ടപ്പെട്ട് വ്ളോഗ് കൊടുക്കുന്നു, അതിൻ്റെ ഇടയിൽ കയറി കിടന്നിട്ട് സംസാരിക്കുന്നു. അത് മൈക്കിൻ്റെ അടുത്ത് നിന്നാണ് സംസാരിക്കണേ. ഞങ്ങോട്ട് മാറിക്കാം. അങ്ങനെ ഞങ്ങൾ കട കണ്ടെത്തി. ഇവള് പറഞ്ഞ അത്രയും ദൂരം ഒന്നുമല്ല, ഇവിടെ 5 മിനിറ്റ് അടുത്താണുള്ളൂ. 5 മിനിറ്റ്? പക്ഷേ €1 കിട്ടേണ്ടതാണ് 2 €. എന്ത് കഷ്ടപ്പാടാണ്. ഒരു ബോട്ടിൽ മാറ്റി വെച്ചാൽ ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ആമയ്ക്കും 2 ബോട്ടിലിൻ്റെ ആവശ്യം വരും. അങ്ങനെ ഗൈസ്, ഫൈനലി ഞങ്ങളുടെ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഇതൊരു പാർക്കാണ്. ഇതിൻ്റെ അകത്തേക്ക് കുറേ നടക്കാനുണ്ട്. ആദ്യം കണ്ട പാർക്ക് ഇവിടെ ഒരു റോഡ് പോകണുണ്ട്, എൻ്റെ അപ്പുറത്ത്. കൊള്ളാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നാട്ടിലെ അതേ വൈബ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. 2 വാക്ക് പറയും. ഇത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടമായി. പിന്നെ ലില്ല് വന്നൊരു ഫീല് മീൻസ് ഭയങ്കര ഹരിതാപം, പച്ചപ്പ്, അങ്ങനെയൊക്കെ. കാടൻ പണ്ടും എനിക്ക് പ്രിയമാർന്ന ഒരു സ്ഥലമാണ്, അറിയാലോ. എല്ലാ ആഴ്ചയും ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്യാമിനെയാണ് ഏൽപ്പിക്കുന്നത്. പക്ഷെ അവൻ അടിപൊളിയായിട്ട് ലൊക്കേഷൻ ചൂസ് ചെയ്യും. പക്ഷെ ആ ലൊക്കേഷൻ എത്തണമെങ്കിൽ നമ്മൾ രാവിലെ. ഇതിന്റെ പേരാണ് ഇഡലിപ്പൂ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇഡലി പാത്രത്തിലെ തട്ടുപോലെ കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ആര്യാറ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 2 കാടോളം താണ്ടി നീങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഫൈനലി ഈ ഒരു സ്ഥലത്തെത്തിയത്.